2024-2025 ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ആരംഭിക്കുകയാണ്. പെർത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിനായി എല്ലാം സജ്ജം. അവസാനം കളിച്ച 2 മത്സരങ്ങളിലും വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നുവെങ്കിലും ഇത്തവണ മുന്നിലുള്ള ദൗത്യം എന്നത്തേക്കാളും കഠിനമാണ് എന്നാണ് തോന്നുന്നത്. അതിന് കാരണങ്ങളും നിരവധിയാണ്. ഈ പരമ്പരയിലെ 5 മത്സരങ്ങളിലും മുഹമ്മദ് ഷമി ഉണ്ടായേക്കില്ല. ആദ്യ ടെസ്റ്റിൽ രോഹിത് ശർമ്മയുമില്ല. ഫോമിലല്ലാത്ത വിരാട് കോഹ്ലി, പെർത്തിലെ മത്സരത്തിൽ ശുഭ്മാൻ ഗിൽ ഇല്ലാത്തത് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യൻ ടീമിനെ താരതമ്യേന ദുർബലമായ ടീമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതുമാത്രമല്ല, സമീപകാലത്തെ ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് പരമ്പര അവരുടെ നാട്ടിൽ 3-0 തോറ്റതും ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിൽ നേരിയ കുറവ് വരുത്തുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇന്ത്യ 2020-2021 അവരുടെ അവസാന പര്യടനത്തെയാണ് ഉറ്റുനോക്കുന്നത്. കാരണം ഏതാണ്ട് ഒരു 2ാം നിര എന്ന് വിശേഷിപ്പിക്കാവുന്ന ടീം ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് തുടർച്ചയായ 2ാം പരമ്പര സ്വന്തമാക്കിയിരുന്നു. നിലവിലെ BGT പര്യടനത്തിലും അവർ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരമ്പരയുടെ ഫലം ഇന്ത്യക്ക് അനുകൂലമായി രൂപപ്പെടുത്താൻ കഴിയുന്ന 5 കളിക്കാരെ നമുക്ക് നോക്കാം. ഋഷഭ് പന്ത്. ഓസ്ട്രേലിയയിൽ ഇന്ത്യയുടെ ഈ താരം പലതവണ അത്ഭുതം സൃഷ്ടിച്ചിട്ടുണ്ട്. പന്ത് ഓസ്ട്രേലിയയിൽ 7 ടെസ്റ്റുകളിൽ വെറും 12 ഇന്നിംഗ്സുകളിൽ നിന്ന് 1 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറികളും സഹിതം 64.40 ശരാശരിയിൽ 624 റൺസ് നേടിയിട്ടുണ്ട്. അർദ്ധ സെഞ്ചുറികളിലെ സ്കോർ 97, 89 നോട്ട് ഔട്ട് എന്നിവയാണെന്നത് എടുത്തു പറയേണ്ടതാണ്. തുടർച്ചയായി 3ാം തവണയും ഇന്ത്യ വിജയിക്കാൻ കോഹ്ലി ഫോമിലല്ലാത്തതിനാൽ തന്നെ മധ്യനിരയുടെ ഉത്തരവാദിത്തം എന്നത്തേക്കാളും പന്തിന് മേലാണ്. യശസ്വി ജയ്സ്വാൾ. 2023 അരങ്ങേറ്റം കുറിച്ചത് മുതൽ ഇന്ത്യയുടെ മികച്ച ടെസ്റ്റ് കളിക്കാരിൽ ഒരാളാണ് ഓപ്പണർ യശസ്വി ജയ്സ്വാൾ. ഇതുവരെ കളിച്ച 14 ടെസ്റ്റുകളിൽ നിന്നും 56 ശരാശരിയിൽ 3 സെഞ്ചുറികളും 8 അർദ്ധ സെഞ്ചുറികളും സഹിതം 1407 റൺസ് താരം നേടിയിട്ടുണ്ട്. കഴിവുകളുടെയും ഏകാഗ്രതയുടെയും ഒരു യഥാർത്ഥ പരീക്ഷണശാലയാക്കി ഓസ്ട്രേലിയയെ മാറ്റാൻ കെൽപ്പുള്ള യശസ്വി ജയ്സ്വാൾ ഫോമിലേക്ക് ഉയരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അജിങ്ക്യ രഹാനെയും ചേതേശ്വർ പൂജാരയും ഇല്ലാത്ത മധ്യനിരയുള്ള ഇന്ത്യക്ക് ഈ ഓർഡറിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഏറ്റവും നിർണായകവുമാണ്. KL രാഹുൽ. 2014-2015 സിഡ്നിയിൽ നടന്ന പര്യടനത്തിൽ 110 റൺസുമായുള്ള പ്രകടനത്തിലൂടെ വരവറിയിച്ചുവെങ്കിലും തൻ്റെ മുഴുവൻ കാലിബറും പുറത്തെടുത്തുള്ള പ്രകടനത്തിലേക്ക് രാഹുൽ എത്തേണ്ടതുണ്ട്. കളിച്ച 53 ടെസ്റ്റുകളിൽ ഓപ്പണിംഗ് സ്ഥാനം മുതൽ 6ാം നമ്പറിൽ വരെ മാറി മാറി ഇദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. രോഹിത് ശർമ്മയില്ലാത്ത പെർത്തിലെ മത്സരത്തിൽ ജയ്സ്വാളിനൊപ്പം ഇന്നിംഗ്സ് തുടങ്ങുക KL രാഹുൽ തന്നെയായിരിക്കും. അതിനാൽ തന്നെ ഈ പരമ്പരയിലെ രാഹുലിൻ്റെ പ്രകടനം ടെസ്റ്റ് ഫോർമാറ്റിൽ തൻ്റെ ഭാവി നിർണ്ണയിക്കുമെന്നതിൽ സംശയമില്ല. ജസ്പ്രീത് ബുംറ. പേസ് ആക്രമണകാരി, നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളർ, ഇന്ത്യൻ പേസ് നിരയുടെ നേതാവ്. ഫാസ്റ്റും ബൗൺസിയുമായ ഓസ്ട്രേലിയൻ പിച്ചുകളിൽ ആധിപത്യം പുലർത്താൻ ബുംറ തന്നെയാണ് ഇന്ത്യയുടെ തുറുപ്പുചീട്ട്. പക്ഷേ പ്രശ്നം ബുംറയ്ക്കൊപ്പം പിന്തുണയായി ഷമി ഉണ്ടാകില്ല എന്നതാണ്. ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യ പന്ത് മുതൽ ഓരോന്നും ഇന്ത്യക്കും ബുംറയ്ക്കും പ്രധാനമാണ്. ആകാശ് ദീപ്. ഇതുവരെ കളിച്ച 5 ടെസ്റ്റുകൾ കൊണ്ട് തൻ്റെ കഴിവ് തെളിയിച്ച താരം. ഇന്ത്യയുടെ പേസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രധാന ഭാഗമാണ് ആകാശ് ദീപ്. നേരത്തെ പറഞ്ഞതുപോലെ ബൗൺസിംഗ് പിച്ചായതിനാൽ തന്നെ അതിനൊത്ത് പന്തെറിയാനും ബൗൺസ് ചെയ്യിക്കാനും ആകാശിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു മാച്ച് വിന്നിംഗ് പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ പരമ്പരയിലൂടെ ആകാശ് ദീപിൻ്റെ സ്ഥാനം ബുംറയ്ക്കും ഷമിക്കും പിന്നിൽ 3ാം നമ്പർ പേസറാക്കി മാറ്റും. ഇന്ത്യയുടെ പേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രധാന ഭാഗമായിരിക്കും അദ്ദേഹം. അധിക ബൗൺസ് നേടുന്നതിനായി ഡെക്കിൽ ശക്തമായി അടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും ബൗൺസിംഗ് പിച്ചുകളിൽ വളരെ ഉപയോഗപ്രദമാണ്. ഈ താരങ്ങളുടെ പ്രകടനവും മറ്റ് ടീം അംഗങ്ങളുടെ പിന്തുണയും ഒക്കെ ചേർന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്താൻ ഇന്ത്യയെ സഹായിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.